സൂക്ഷിക്കുക, ഇത് വിഷപ്പാമ്പുകൾ പിറക്കുന്ന കാലം. വയനാട് മാനന്തവാടി പയ്യമ്പള്ളി പടമല മണിയില ബിജീഷിൻ്റെ വീടിന് സമീപം മാളം പൊളിച്ചു പിടിച്ചത് 26 മൂർഖൻ പാമ്പുകളെ. റോഡരികിൽ കാൽനടയാത്രക്കാർ മാളത്തിൽ നിന്നും തല വെളിയിലിട്ടിരിക്കുന്ന മൂർഖനെ കണ്ടതോടെ പാമ്പിനെ പിടിക്കാനായി വടക്കേ വയനാട് വനംവകുപ്പിൻ്റെ പാമ്പ് സംരക്ഷകൻ സുജിത് വയനാടിനെ വിളിച്ചു വരുത്തി. പ്രദേശവാസികളുടെ സഹായത്തോടെ മാളം പൊളിച്ചു നോക്കിയെങ്കിലും ആദ്യം പാമ്പിനെ കണ്ടെത്താനായില്ല. പിന്നീട് മാളത്തിൽ വെള്ളം നിറച്ചപ്പോൾ പുറത്തേക്ക് വന്നത് ഒരു കുഞ്ഞു മൂർഖൻ. പിന്നീട് തുടരെ കുഞ്ഞു പാമ്പുകൾ വെളിയിലേക്ക് വന്നു തുടങ്ങി. എല്ലാത്തിനെയും പിടിച്ച് ബോട്ടിലാക്കി നോക്കിയപ്പോൾ 25 കുഞ്ഞുങ്ങളാണ്. അവസാനം തള്ളപ്പാമ്പും പുറത്തു വന്നു. അങ്ങനെ 26 പാമ്പുകളെയും പിടികൂടി വനപാലകർക്ക് കൈമാറി. വിഷപ്പാമ്പുകളായ വെള്ളിക്കട്ടൻ, മൂർഖൻ, അണലി എന്നിവയുടെ കുട്ടികൾ പിറക്കുന്ന സമയമാണിത്. ജനവാസ മേഖലകളിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ ധാരാളമായി കിട്ടുമെന്നതിനാൽ അതിനനുസരിച്ച് എലികൾ ഉണ്ടാവുകയും അവയൊക്കെ ധാരാളം മാളങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. ഇത്തരം മാളങ്ങളിലും ചിതൽപുറ്റുകളിലും കൽക്കെട്ടുകളിലുമൊക്കെയാണ് പാമ്പുകൾ വസിക്കുന്നതും പ്രജനനം നടത്തുന്നതും. ജനിക്കുമ്പോൾ തന്നെ കൊടും വിഷവുമായി ഇറങ്ങുന്ന പാമ്പിൻ കുഞ്ഞുങ്ങൾ ഇരയെന്ന് തെറ്റിദ്ധരിച്ചും പേടികൊണ്ടും സമീപത്ത് ചലിക്കുന്ന വസ്തുവിൽ കടിച്ചേക്കാം. കടിയേറ്റാൽ കുഞ്ഞാണല്ലോ എന്ന് കരുതി അവഗണിക്കരുത്. പാമ്പ് വിഷത്തിന് ചികിത്സ ലഭ്യമായ ഏറ്റവും അടുത്തുള്ള ആശുപത്രികളിൽ ഉടൻ എത്തുക. വെള്ളിക്കട്ടനാണ് കടിച്ചതെങ്കിൽ കടിയേറ്റ പാടുകൾ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. തറയിൽ കിടന്നുറങ്ങുന്നവർക്കാണ് സാധാരണയായി വെള്ളിക്കട്ടൻ്റെ കടിയേൽക്കാറുള്ളത്. കിടക്കുന്നതിന് മുമ്പായി മുറി നന്നായി പരിശോധിക്കുക. പാമ്പുകൾ കടന്നു വരാൻ സാധ്യതയുള്ള വിടവുകൾ ഉണ്ടെങ്കിൽ അടയ്ക്കുക. എയർ ഹോളുകളിലും ജനാലകളിലും വായുസഞ്ചാരം ലഭ്യമായതും എന്നാൽ കൊതുക്, എലി, പാമ്പ് തുടങ്ങിയവയുടെ പ്രവേശനം തടയാനുതകുന്നതുമായ വലകൾ ഘടിപ്പിക്കുക. പക്ഷിമൃഗാദികളെ വളർത്തുന്ന ഇടങ്ങളിൽ ഇര തേടിയെത്തുന്നതിന് പുറമെ കൊടും ചൂടിൽ വെള്ളം തേടിയും തണുപ്പ് തേടിയും പാമ്പുകൾ വീടുകളിലേക്ക് കടന്നു വന്നേക്കാം. വളർത്തുജീവികളും വീടിന് പരിസരത്തുമുള്ള കാക്ക, ബുൾബുൾ തുടങ്ങിയ പക്ഷികളും അണ്ണാനുമൊക്കെ പാമ്പുകളെ കണ്ടാൽ മറ്റ് ജീവികൾക്ക് മുന്നറിയിപ്പ് നൽകാറുണ്ട്. ജീവികളുടെ അത്തരം ചേഷ്ടകൾ കണ്ടാൽ അവഗണിക്കരുത്. സുരക്ഷിതമായ അകലം പാലിച്ച് നിരീക്ഷിക്കണം. ജനവാസ മേഖലകളിൽ പാമ്പുകളെ കണ്ടാൽ അവയെ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഓപ്പൺ ന്യൂസർ, മാനന്തവാടി.